ഒരു ധനവാനുണ്ടായിരുന്നു. ഒരു ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ച് എന്നും സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാൻ മേശയിൽ നിന്ന് വീണ് കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികൻ മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിലും പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രഹാത്തിൻ്റെ മടിയിൽ ലാസറിനെ കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവേ അബ്രഹാമേ, എന്നിൽ കനിയണമേ. എൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിക്കിടയിൽ യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്കു ജീവിതകാലം എല്ലാം സുഖസൗകര്യങ്ങൾ ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ ഇവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. എൻ്റെ ചെല്ല മക്കളെ, എല്ലാവർക്കും സുഖമാണോ? നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണോ? ഈ വചനത്തിൽ പറഞ്ഞതുപോലെ എല്ലാം സത്യം. എൻ്റെ സ്നേഹബഹുമാനമായിരിക്കണ ലിയോ 14 മാർപ്പാപ്പ, എൻ്റെ സ്നേഹബഹുമാനിക്കണം എല്ലാ ജില്ലയിലെ പിതാക്കന്മാർ, സഭ നമുക്ക് ഒന്നായിരിക്കണം. ഈ വചനത്തിൽ പറഞ്ഞതുപോലെല്ലാം എൻ്റെ കണ്ണുകളിലൊക്കെ ഇത് കണ്ട സംഭവങ്ങളാണ്. ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റിയ ഒരു നിമിഷം അതങ്ങനെയാണ് മക്കളെ. ഈ വചനത്തിൽ യുദ്ധത്തിൻ്റെ ഭീതിയും ഇതെല്ലാം ദൈവമേ, അമ്മ പ്രാർത്ഥിക്കുകയാണ് മക്കളെ. അവിടെ കഴിയണ എല്ലാ മക്കളും ഒരാപത്തുമില്ലാതെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ മക്കളെയും, എൻ്റെ സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. നല്ല നാളേക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. നല്ലത് യുദ്ധം എന്ന് പറയുമ്പം ഒരു ഭീതി, യുദ്ധമല്ല എന്നല്ല, നമുക്ക് സ്നേഹം, സമാധാനം, ആ രീതിയിൽ പോയാലും നമ്മളെ നാടും എല്ലാം, നമ്മൾ സഹോദരങ്ങളെല്ലാം നമ്മൾ നന്നായിരിക്കുകയുള്ളൂ. നമുക്കൊന്ന് ക്ഷമിച്ചാൽ നമ്മളെ അവരവർക്ക് ക്ഷമിച്ചാൽ അവരവർക്ക് വലിയ വലിയ പാവങ്ങളെല്ലാം നമുക്ക് മാറും. ഓരോരുത്തർ ജോലി ചെയ്താൽ പൈസ കൊടുക്കില്ല. ഗൾഫ് രാജ്യങ്ങൾ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള മക്കളുണ്ടെങ്കിൽ കൊടുക്കുക, മക്കളോടനെ പൈസകൾ കൊടുക്കുക. എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരു തരം പൈസ നമ്മൾ പിടിച്ച് വെച്ചിരുന്നാൽ അത് ദൈവം കാണുകയാണ്. സത്യസന്ധമായ ദൈവം കാണുകയാണ്. അത് ഒരിക്കലും നിലനിൽക്കുന്ന പൈസയല്ല. നമ്മളൊരാളെ കഷ്ടപ്പെട്ട പൈസ നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർ അത് എത്രയും പെട്ടെന്ന് കൊടുക്കുക. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നാടെല്ലാം സന്തോഷമായിട്ടിരിക്കണേ. ഈ വചനത്തിൽ പറഞ്ഞതുപോലെ സഭ നമുക്ക് ഒന്നായിരിക്കാം. സഭയിൽ ഒന്നായിരുന്നാലേ നമുക്ക് വളർച്ചയുള്ളൂ. ഈ വചനത്തിൽ പറഞ്ഞ എല്ലാം സത്യമാണ്. ഒരു പാവപ്പെട്ട ഒരു ലാസറിന് നമ്മളെ ഒരു സഹായം, അല്ലെ വൈദ്യരിൽ കൂടി അതൊരു സഹായം ചെയ്താൽ അത് നമുക്ക് ഏറ്റവും വലിയൊരു പുണ്യമാണ്. ഒരു പാവപ്പെട്ട വ്യക്തി ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ചെയ്യുന്ന സഹായം തന്നെ മക്കളെ. ലാസർ അബ്രഹാത്തിൻ്റെ മടിയിൽ കിടക്കുകയാണ്. ദൈവത്തിൻ്റെ മടിയിലാണ് കിടക്കുന്നത്. നമുക്കും ദൈവത്തിൻ്റെ മടിയിൽ കിടക്കാൻ മക്കൾ. എല്ലാവർക്കും ആനന്ദിക്കാം. എല്ലാവരും എല്ലാ ദിവസവും നല്ല ഡ്രസ്സും നല്ല ആഹാരവും കഴിച്ചാൽ പിന്നെ നമുക്ക് ആഹാരം കിട്ടാത്ത അങ്ങനെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് വരും. എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. കണ്ണീരില്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ല. കരഞ്ഞാലേ സന്തോഷമുള്ളൂ. കരയണവൻ്റെ കണ്ണീരാണ് ദൈവം കൂടുതൽ കാണുന്നത്. രോഗികളെയാണ് ദൈവം കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അല്ല സൗഖ്യവും ആഹാരവും എന്നും നല്ല ഡ്രസ്സ് കൊടുക്കുന്നവരല്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ. നമുക്ക് പാവങ്ങളെ സഹായിക്കാം മക്കളെ. കരുണയുടെ സഹായം എൻ്റെ ചില മക്കളെല്ലാം ഇതിൽ ചെയ്യണം. എല്ലാ മക്കളും ചെയ്യണം. ഇപ്പോൾ ഒന്നാലും നൊയമ്പ് നമുക്ക് നമ്മളെ സഹോദരങ്ങൾ നോവുകയാണ്, വേദനിക്കുകയാണ്. യുദ്ധത്താലും പ്രയാസത്താലും രോഗത്താലും ഒക്കെ ആഹാരമില്ലാതെ ഒക്കെ വിഷമിക്കുന്ന മക്കളുണ്ട്. നമുക്കൊരു നേരം ആഹാരം കുറച്ച് നമുക്ക് ആ മക്കളോടെ കൈ കോർക്കാം. നാട് മൊത്തം നമുക്ക് ഒരു നേരത്തെ ആഹാരം, ആ കരുണയുടെ സഹായം എൻ്റെ മക്കളെല്ലാം ഈ ഇതിലൂടെ പാവങ്ങൾക്ക് സഹായം കൊടുക്കാൻ കഴിയും. പിതാവിൽ കൂടി കൊടുക്കാൻ എൻ്റെ ചെല്ല മക്കളെല്ലാം കൈത്താങ്ങ് തരണം. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. കരഞ്ഞില്ല എങ്കിൽ നമുക്കൊരിക്കലും സന്തോഷമില്ല. അത് ഈ ജീവിതത്തിലേ ഉണ്ട്. നമ്മളിവിടെ നല്ലത് ചെയ്തില്ല എങ്കിൽ നമുക്ക് എപ്പോഴും സങ്കടങ്ങളും ദുരിതങ്ങളും നമുക്ക് പോണടുത്ത് നമുക്ക് മരിച്ചാലും നമുക്കത് അനുഭവിക്കാൻ പറ്റും. അതങ്ങനെയാണ്. നമുക്ക് ഇവിടെ മാത്രമല്ല നമുക്ക് ഇനി തുടർന്ന് നമ്മളെ ജീവൻ പോയാൽ പോലും നമുക്കവിടെയും നല്ലതില്ല. നമുക്ക് നമ്മളിവിടെ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് മരിച്ചാലും നമുക്ക് സ്വർഗത്തിൽ നമുക്ക് നല്ല ദൈവത്തിൻ്റെ മടിയിൽ നമുക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ.
നല്ല മകനും മകളുമായിട്ട് നമുക്കും ലാസറിനെ പോലെ കിടക്കണമെങ്കിൽ നമ്മളും കരുണയുടെ സഹായം ചെയ്യാം മക്കളെ. അമ്മ കൂടുതൽ ഡ്രസ്സൊന്നും എടുക്കുകയില്ല, അങ്ങനെ എടുക്കുകയില്ല. അങ്ങനത്തെ ഒരിതാണ്. ഒരു വർഷത്തിൽ ഒരു ഡ്രസ്സ് പോലും എടുക്കൂല. ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷം. ഇപ്പോൾ വലിച്ചിട്ടുകൊണ്ട് പോയി ഒരു ഡ്രസ്സ് എടുക്കുന്നത്. പക്ഷേ ഈ നോയമ്പായതുകൊണ്ട് ഞാൻ ഇല്ല, ഒരിക്കലും അത് ഇടാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കൂടുതൽ അങ്ങനെ ഡ്രസ്സ് എനിക്കില്ല എന്ന് വേണം പറയാൻ. സാരി ഉടുത്തുകൊണ്ടിരുന്നാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ചുരിദാർ വേഷമൊക്കെ ആയി അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് നമ്മളും കൂടുതൽ ഡ്രസ്സ് ഒക്കെ ഇടണം. നമ്മൾ കൂടുതൽ ഡ്രസ്സ് എടുക്കാതെ, ഇപ്പോൾ ഈ നോയമ്പ് സമയം കൂടുതൽ ഡ്രസ്സൊന്നും എടുക്കാതെ എല്ലാ മക്കളും ഈ സഹായങ്ങളെല്ലാം, ഡ്രസ്സ് എടുക്കാനുള്ള പൈസയുടെ സഹായം എല്ലാ മക്കളും ഈ പാവപ്പെട്ട ഒരു ലാസറിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് 100 മേനിയും 500 മേനിയും അനുഗ്രഹങ്ങളായിത്തീരും. ഗൾഫിൽ ഇരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായിത്തീരണം. എല്ലാവർക്കും സമാധാനവും സന്തോഷവും എൻ്റെ മക്കൾക്ക് കിട്ടട്ടെ. നിങ്ങളെല്ലാം സ്നേഹിക്കണം മക്കളെ. എല്ലാവരെയും പരസ്പരം സ്നേഹിക്കണം. ആരെയും ഒന്നും പറയാതെ, അത് വഴക്ക് പ്രശ്നം അതിനൊന്നും പോവാതെ നിങ്ങളെല്ലാം സ്നേഹിക്കണം. നമുക്ക് ആരുമില്ല. നമ്മൾ അവരൊരു ഒറ്റയാണ്. കണ്ണീര് കരയുമ്പം നമ്മളെ തുടയ്ക്കാൻ ദൈവമേ ഉള്ളൂ മക്കളെ. നമുക്ക് അല്ലാതെ ആരുമില്ല. നമ്മൾ അടുത്തവരെ നോവിച്ചാൽ നമ്മൾക്ക് ദൈവമുണ്ടോ? ഇല്ല. നമ്മൾ കണ്ണീര് തുടയ്ക്കാൻ ദൈവം. അതുകൊണ്ട് നമ്മൾ ആരെയും കൂടുതൽ അറിഞ്ഞുകൊണ്ട്, നമ്മളറിയാതെ നമ്മൾ ഒരുപാട് തെറ്റ് നമ്മൾ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ്. അമ്മയും ചെയ്ത വ്യക്തിയാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ വലിയ പാപങ്ങൾ ചെയ്യാതെ ദൈവത്തിൽ കൂടുതൽ അടുക്കാൻ നമുക്ക് ഈ നൊയമ്പ് കാലം, നമുക്ക് ഒരു നേരം ആഹാരം കഴിക്കാൻ നമുക്ക് ദൈവത്തോട് അടുക്കാം മക്കളെ. എങ്കിലേ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. നമ്മൾ ചോദിക്കണത് കിട്ടുകയുള്ളൂ. കിട്ടുകയും ദൈവത്തെ അറിയണം, ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനമായ ആ സത്യമായ വചനം ഹൃദയത്തിൽ വരണം. വചനം സത്യമാണ്. അത് നമ്മളെ ഹൃദയത്തിൽ വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം, ആ വചനത്തെ സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോഴേ ദൈവസ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ മക്കളെ? ഓരോ വ്യക്തിയിലും ആ സ്നേഹം വരുമ്പോഴാണ് നമ്മൾ കരുണയുടെ സഹായം ഇതെല്ലാം നമ്മൾ ചെയ്യണ വ്യക്തികളായി തീരണത്. ഓരോ സഹായം, ഓരോ പാവപ്പെട്ട വ്യക്തി ഇതിൽ കൂടി വരുമ്പോഴാണ് എനിക്ക് സഹായിക്കണമെന്ന് തോന്നുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ സഹായം ചെയ്യുന്നത് ഒരു ദൈവത്തിന് സഹായിക്കുന്ന സഹായം തന്നെ. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് യൂട്യൂബിലൂടെ ഈ പാവപ്പെട്ട അമ്മയ്ക്ക് സഹായിച്ചാൽ അത് ദൈവത്തിന് സഹായിക്കുന്ന സഹായമാണ് മക്കളെ. പിതാവിൽ കൂടി അത് നിറവേറുമ്പം അത് ദൈവത്തിന് കൊടുക്കുന്ന സഹായം തന്നെയാണ് മക്കളെ. എൻ്റെ ചെല്ല മക്കളെ, നാടെല്ലാം അതിന് കൈത്താങ്ങ് തരിക. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറും മക്കളെ. വേദനകൾ ഒരുപാട് അനുഭവിക്കുന്ന ഓരോ മക്കൾ, ആഹാരമില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾ, ഓരോരോ വിഷമങ്ങൾ, രോഗത്താൽ വീടുകളിൽ കഷ്ടപ്പെടുന്ന, കഴിക്കാൻ വയ്യാതെയും ഒക്കെ കിടക്കുന്ന മക്കൾ, രോഗികൾ, എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവം രോഗികളെയാണ് കൂടുതൽ സ്നേഹിക്കണം മക്കളെ. ഒരുപാട് അവരെ പരീക്ഷിക്കും ദൈവം. എന്നിട്ടാണ് അവസാനമാണ് ദൈവം നമുക്ക് ഒരു കച്ചിത്തുരുമ്പിട്ട് തരിക. അത്രയ്ക്ക് അമ്മയും 19 വയസ്സിലെ അമ്മയും 46 വയസ്സ് വരെ അമ്മയും രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടു. കുഷ്ഠരോഗത്താൽ അമ്മയ്ക്കും ഒരുപാട് വേദനകൾ അനുഭവിച്ചു. അമ്മയ്ക്ക് പറയാൻ പറ്റും. നാട്ടിൽ ഒത്തിരി സാക്ഷികൾ ഉള്ളതാണ് അതൊക്കെ. എനിക്ക് രോഗമായിരുന്നു മക്കളെ. അത് ദൈവത്തിൽ കൂടുതൽ അടുത്തപ്പോഴാണ് അമ്മയ്ക്ക് ആ രോഗങ്ങളെല്ലാം മാറിയത്. അമ്മ ഒന്ന് ക്ഷമിച്ചപ്പോഴാണ് അമ്മയ്ക്ക് രോഗം മാറിയത്. നമുക്കെല്ലാം ഒന്ന് ക്ഷമിക്കാം. നമുക്ക് നമ്മളെ സഹോദരങ്ങളൊന്ന് ക്ഷമിക്കാം. നമുക്ക് അയൽക്കാരോടോ ഒന്ന് ക്ഷമിക്കാം. വഴക്കിനും ചണ്ടയ്ക്കും ഒന്നും പോണ്ട മക്കളെ. നമ്മളൊന്ന് താന്നു കൊടുത്താൽ ദൈവാനുഗ്രഹം അതിൽ കൂടുതലുണ്ട്. നമുക്ക് ക്ഷമിക്കാം മക്കളെ. എൻ്റെ ചില മക്കളെ യുദ്ധം നടക്കുന്ന എല്ലാ മേഖലകളിലും അമ്മ പ്രാർത്ഥിക്കുകയാണ്. അവർക്കൊന്നും ഒരാപത്തും വരുത്താതെ, ഇനിയൊരു ജീവന് ഒരാപത്തും വരുത്താതെ ദൈവം താങ്ങണമേ. അവിടെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് അവർക്കൊന്നും ഒരാപത്തും വരുത്താതെ എൻ്റെ ചെല്ല മക്കളെ, ഗൾഫിലിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണം. എൻ്റെ സഹോദരന്മാരാണ് അവരെല്ലാം. ദൈവമേ, അവരെ സങ്കടങ്ങളിൽ ദൈവം അവർക്ക് കൂടെ തുണയായും ഒക്കെ ഉണ്ടാവും മക്കളെ. ദൈവമേ ഉള്ളൂ. നമ്മൾ വീഴുമ്പോൾ ഒന്ന് താങ്ങുവാനും ഒന്ന് തലവടുവാനും ഒക്കെ നമുക്ക് ദൈവമേ ഉള്ളൂ. അല്ലാതെ ആരും ഇല്ല. നമുക്ക് ദൈവമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ നമുക്ക് ദൈവമുണ്ട്. ശക്തനായ ദൈവം നമുക്ക് കൂടെ ഉണ്ട്. നമ്മളെ നടത്തുവാനും വഴി നടത്തുവാനും നമ്മളെ താങ്ങുവാനും നമ്മളെ വേദനകൾ അതെല്ലാം കണ്ട് സഹിക്കാൻ വയ്യാത്ത വേദന അതെല്ലാം ദൈവത്തിന് കാണാൻ പറ്റും മക്കളെ. നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദനകളാണ് ദൈവത്തിന് കൂടുതൽ സ്നേഹം. രോഗികളെയാണ് കൂടുതൽ സ്നേഹം. കണ്ണീര് വീത്തുന്ന മക്കളെയാണ് കൂടുതൽ സ്നേഹം. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങളെല്ലാം കണ്ണീരെല്ലാം തുടച്ച് നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണേ. ദൈവത്തിൻ്റെ വചനം അത് ദൈവം ഹൃദയത്തിൽ വരികയാണ്. അതെല്ലാം നിങ്ങൾ ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ ഓരോ വചനവും നിങ്ങൾ ഹൃദയത്തിലിടുക. നിങ്ങളെ ഹൃദയത്തിൽ നല്ല വിത്തുകളായി എടുത്തിടുക. അപ്പം നിങ്ങൾക്ക് ദൈവം ഒരു കുറവും നിങ്ങൾക്ക് വരൂല മക്കളെ. എല്ലാ മക്കളും അനുഗ്രഹമുള്ള മക്കളായിത്തീരും. ഈ ഒരു മാസവും ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ മക്കളും നിങ്ങൾ കൂടുതൽ ഡ്രസ്സും ആഡംബരമൊന്നും വേണ്ട മക്കളെ. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളാണ്. ദൈവത്തിൻ്റെ ഒരു
ജനന സമയം പോലെയുള്ള ഒരു ഇതാണ് മരണവും അപ്പോൾ നിങ്ങൾ ഒത്തിരി അനുഗ്രഹമുള്ള മക്കളാണ്. ഈ ഒരു മാസവും അമ്മയ്ക്ക് അത് അത്രയ്ക്ക് അത് പറയാൻ ഹൃദയത്തിൽ നിന്ന് അത് പറയാൻ പറ്റുന്ന ഒരു ഇതാണ്. എൻ്റെ ചില മക്കളെ ബർത്ത്ഡേ നിങ്ങളെല്ലാം സന്തോഷമായി ആഘോഷിക്കും. പക്ഷേ അത് ഇത്രയും വലിയ ഇതായിട്ടൊന്നും വേണ്ട. പാവങ്ങൾക്ക് സഹായിച്ചുകൊണ്ട് ഇത് കരുണയിലൊരു സഹായം ചെയ്തുകൊണ്ട് നിങ്ങൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. അപ്പം നിങ്ങൾക്കും അത് അനുഗ്രഹമായി തീരും. എൻ്റെ ചില മക്കളെ നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. ഗൾഫിലിരിക്കുന്ന മക്കൾ നിങ്ങളൊന്നും സങ്കടപ്പെടേണ്ട മക്കളെ. നിങ്ങൾക്ക് എല്ലാ കൈത്താങ്ങുകളും എല്ലാ ഇടപെടലുകളും എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് അത് ഉണ്ടാവും. എത്രയും പെട്ടെന്ന് എല്ലാം ഉണ്ടാവും. നിങ്ങൾ സന്തോഷമായിരിക്കുക. അമ്മ നിർത്തുകയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ നിർത്തുകയാണ്.